കാന്താര സിനിമകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. കാന്താര സിനിമയുടെ അടുത്ത ഭാഗം റിലീസായി ആദ്യ ഭാഗത്തേക്കാൾ വലിയ റെസ്പോൺസ് ഒക്കെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പടം കേരളത്തിലും വലിയൊരു സക്സസ് ആണ്. പടം റിലീസായി അന്ന് മുതലേ കുറെ പേര് പറഞ്ഞിരുന്നു സ്പോയിലർ റിവ്യൂ വേണമെന്ന്. പടം റിലീസായ ഉടനെ സ്പോയിലർ റിവ്യൂ ഇടുന്നത് മോശമല്ലേ? അതുകൊണ്ട് ഒരു ഗ്യാപ്പ് ഇട്ട് ഇപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു സ്പോയിലർ റിവ്യൂ അല്ല. കാന്താര എന്ന് പറയുന്ന ആ ഒരു വേൾഡിനെ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡീകോഡിംഗ് എന്നോ എക്സ്പ്ലനേഷൻ എന്നോ അങ്ങനെ നിങ്ങളുടെ സൗകര്യം പോലെ എന്തുവേണേലും വിളിച്ചോ. പിന്നെ ഈ ഒരു വീഡിയോ പടം കണ്ടവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. കാര്യം പടം കണ്ടവർക്ക് ഒരുപാട് ഡൗട്ട് കാണും. പടം 2 പാർട്ടും നോൺ ലീനിയർ ആയിട്ടുള്ള സ്റ്റോറി ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് പല ബ്രില്യൻസ് പല വഴിക്ക് കിടക്കുക. അത് ഞാൻ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ട്. അതുകൊണ്ട് പടം കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക, അല്ലാത്തവർക്ക് സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ കാണാം. സ്പോയിലർ ആയ പിന്നെ ഞാൻ ഉത്തരവാദിയല്ലേ. കാന്താര എന്ന വാക്കിന്റെ അർത്ഥം ദൈവികത നിറഞ്ഞ രഹസ്യമായ പ്രദേശം എന്നാണ്. കാന്താര സിനിമയിൽ ആ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കാടിനെയാണ്. ആ കാടിനെ അറിയപ്പെടുന്ന പേരാണ് കാന്താര. ദൈവത്തിന്റെ പൂന്തോട്ടം എന്നാണ് കാന്താര അറിയപ്പെടുന്നത്. കാന്താരയുടെ ചരിത്രം പറഞ്ഞാൽ കൃത്യം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ദൈവത്തിന്റെ പൂന്തോട്ടം ഉണ്ടായത്. കാന്താരയെ അവർ ഈ കഥയിലേക്ക് ഡീറ്റെയിലിംഗ് ചെയ്യുന്ന രീതിയുണ്ട്. കാന്താരയുടെ ചരിത്ര സംഭവം: നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈശ്വരഗണങ്ങൾ കുടിയിരുന്ന ഒരു സ്ഥലമാണ് കാന്താര. ഈ ഈശ്വരഗണങ്ങൾ എന്താണെന്ന് അറിയാവോ? ഭഗവാൻ ശിവന്റെ അനുയായികളായ ദിവ്യശക്തികളാൽ സമ്പന്നരായ ശക്തികളെയാണ് ഈശ്വരഗണങ്ങൾ എന്ന് പറയുന്നത്. ദൈവത്തിന് എത്തിപ്പെടാൻ കഴിയാത്തടത്ത് ദൈവതുല്യരായി സർവ്വജീവജാലങ്ങളുടെ സംരക്ഷകരായി ഈശ്വരഗണങ്ങൾ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. പ്രധാനമായും 5 ശിവഗണങ്ങളാണ് ഉള്ളത്: ഭൂതഗണങ്ങൾ, പ്രേതഗണങ്ങൾ, വീരഗണങ്ങൾ, ഗുളികൻ, പിന്നെ ഈ ഗണങ്ങളുടെ എല്ലാം അധിപനായ ഗണപതിയും. ഇതൊന്നും പടത്തിൽ പറയുന്നില്ല, നിങ്ങൾക്കൊരു ക്ലാരിറ്റിക്ക് ഇരിക്കട്ടെ. കാന്താരയുടെ അടുത്ത ഭാഗങ്ങൾ എന്തായാലും ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ ഈശ്വരഗണങ്ങൾ കാവൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കാന്താര. എപ്പോഴൊക്കെ മനുഷ്യൻ അധർമ്മം ചെയ്യുന്നോ അപ്പോഴൊക്കെ ധർമ്മത്തെ സംരക്ഷിക്കാൻ ദൈവം മായാലോകത്ത് നിന്നും തന്റെ ഗണങ്ങളെ ഭൂമിയിലേക്ക് അയക്കും. ഇങ്ങനെ വന്നവരിൽ ഒരു ശക്തിയാണ് പഞ്ചുരുളി. ഇതിനും ഒരു കഥയുണ്ട്. ഭഗവാൻ ശിവൻ തപസ് ചെയ്യാനായി ഭൂമിയിലൊരു സ്ഥലം തിരഞ്ഞെടുക്കുന്നു. തന്റെ ഭർത്താവിന് ശാന്തമായി തപസ് ചെയ്യുന്നതിനായി പാർവതി ദേവി ആ സ്ഥലത്ത് ലോകത്തുള്ള സർവ്വ ഔഷധ സസ്യങ്ങളും പുഷ്പങ്ങളും ശേഖരിച്ച് അവിടെ ഒരു പൂങ്കാവനം സൃഷ്ടിക്കുന്നു. ഭഗവാൻ ശിവന് ഇത് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഭഗവാൻ ശിവൻ തപസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം നടക്കും. നമ്മുടെ പാർവതി ദേവിക്ക് ഒരു പെറ്റുണ്ടായിരുന്നു. പാർവതി ദേവി ഓമനിച്ചു വളർത്തിയ ഒരു പന്നിക്കുട്ടി. ഒരു ദിവസം ഈ പന്നിക്കുട്ടി ശിവൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പൂങ്കാവനത്തിൽ ഓടിക്കളിച്ച് അവിടെയുള്ള സസ്യങ്ങളും ഫലങ്ങളും പുഷ്പങ്ങളും എല്ലാം നശിപ്പിക്കുന്നു. തപസ്സിൽ നിന്നും കണ്ണുറന്ന ഭഗവാൻ ശിവൻ കാണുന്നത് പൂന്തോട്ടം കുളവാക്കുന്ന പന്നിയാണ്. അങ്ങനെ ഇത് കണ്ട് കോപാകുലനായ ശിവൻ ആ പന്നിയെ കൊല്ലും. എന്നാൽ താൻ ഓമനിച്ചു വളർത്തിയ പന്നിക്കുട്ടിയെ കൊന്നതുകൊണ്ട് പാർവതി ദേവിക്ക് സങ്കടമായി. അങ്ങനെ ദേവിയുടെ സങ്കടം സഹിക്കാൻ വയ്യാതെ ഭഗവാൻ ശിവൻ ആ പന്നിക്കുട്ടിക്ക് ജീവൻ തിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ പന്നിക്ക് ഒരു ചുമതലയും കൊടുക്കുന്നു. നീ നശിപ്പിച്ച ഈ പൂന്തോട്ടം കാക്കേണ്ടത് ഇനി നിന്റെ ചുമതലയാണ്. ഇവിടെയുള്ള സസ്യത്തിന്റെയും സർവ്വജീവജാലങ്ങളുടെയും കാവലാളായി ഭഗവാൻ ശിവൻ പന്നിയെ നിയോഗിച്ച് പഞ്ചുരുളി ദൈവമാക്കി മാറ്റുന്നു. അങ്ങനെ കാടിന്റെയും അവിടെയുള്ള ജീവജാലങ്ങളുടെയും കാവലാളായി പഞ്ചുരുളി ദൈവം മാറുന്നു. പഞ്ചുരുളി ദൈവത്തിന് പുറമെ അധർമ്മം ചെയ്യുന്നവർ നിഗ്രഹിക്കാൻ മറ്റൊരു ശക്തി കൂടി പിന്നാലെ ഉണ്ടായിരുന്നു: ഗുളികൻ. ഗുളികനും ഒരു കഥയുണ്ട്. ഒരു യാഗത്തിൽ ഭഗവാൻ ശിവൻ തന്റെ ശരീരത്തിൽ ചാരം പുരട്ടുകയും ആ ചാരത്തിൽ നിന്നും ഒരു ചെറിയ കല്ല് കിട്ടുകയും തന്റെ വിയർപ്പ് പുരണ്ട കല്ല് ഭഗവാൻ ശിവൻ ഭൂമിയിലേക്ക് എറിയുകയും ചെയ്തു. അത് ഭൂമിയിൽ പതിച്ചതും ആ കല്ലിൽ നിന്നും ഗുളികൻ ഉണ്ടായി എന്നാണ് ഒരു കഥ. മറ്റൊന്ന്, ഭഗവാൻ ശിവൻ തന്റെ 3-ാം കണ്ണിൽ യമധർമ്മനെ, അതായത് സാക്ഷാൽ കാലനെ എരിച്ച ശേഷം കാലനിയന്ത്രണത്തിനായി കീഴ്ലോകം ഭരിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് ഗുളികനെയാണ്. അതായത് ശിവന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാലനെ കൊല്ലേണ്ടി വന്നു. അങ്ങനെ കാലനില്ലാതായപ്പോ മനുഷ്യർ മരണമില്ലാത്തവനായി, ജനസംഖ്യ വർദ്ധിച്ചു. അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി യമധർമ്മന്റെ സ്ഥാനത്തേക്ക് താൽക്കാലികമായി നിയോഗിച്ചത് ഗുളികനെയാണ്. ഭഗവാൻ ശിവന്റെ പെരുവിരൽ പൊട്ടി അതിൽ നിന്നുമുണ്ടായ ഗണമാണ് ഗുളികനെന്നും ഒരു കഥയുണ്ട്. ശിവഗണങ്ങളിൽ ഏറ്റവും ശക്തിശാലിയാണ് ഗുളികൻ. മറ്റ് ഗണങ്ങളെ കൊണ്ട് സാധ്യമാവാതെ വരുന്ന കാര്യങ്ങൾ സാധ്യമാക്കാൻ ഗുളികൻ വരും. അസുര നിഗ്രഹണമാണ് ഗുളികന്റെ നിയോഗം. അത് കറക്റ്റായി തന്നെ കാന്താര സിനിമയിൽ കാണിക്കുന്നുണ്ട്. മറ്റ് ഗണങ്ങളെ കൊണ്ട് സാധ്യമാകാതെ വരുമ്പോഴാണ് അവസാനം ഗുളികൻ വരുന്നത്. ഈ കഥയിൽ ആദ്യം വരുന്നത് പഞ്ചുരുളിയും അവസാനം വരുന്നത് ഗുളികനുമായാണ് കാണിച്ചിരിക്കുന്നത്. അധർമ്മം ചെയ്യുന്നവർക്ക് ഒരു വാണിംഗ് അഥവാ ഒരു മുന്നറിയിപ്പായാണ് പഞ്ചുരുളി ദൈവം ആദ്യം വരുന്നത്. ചെയ്ത തെറ്റുകളെ കുറിച്ച് പറഞ്ഞ് ആദ്യം ഒരു മുന്നറിയിപ്പ് കൊടുക്കും. ഇത് ഇവിടം കൊണ്ട് നിർത്തിക്കോ, അല്ലാതെ തുടരാനാണ് ഉദ്ദേശമെങ്കിൽ പിന്നാലെ മറ്റൊരാൾ വരുന്നുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് പഞ്ചുരുളി ദൈവം ഇവിടെ കൊടുക്കുന്നത്. എന്നിട്ടും ഇതേ തെറ്റ് തന്നെ ആവർത്തിച്ച ഗുളികൻ വരും, എല്ലാം അവസാനിപ്പിക്കും. ഇനി കാന്താര വേൾഡിലേക്ക് വന്നാൽ ആദ്യം പാർട്ട് 1 എടുക്കുക. പടം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ദൈവത്തിലൂടെയാണ്. 1800-കളിൽ ഒരു രാജാവിന് സമാധാനം നഷ്ടപ്പെട്ടു.
അങ്ങനെ ആ രാജാവ് ഒരിക്കൽ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോ ദൈവികമായ ഒരു കല്ല് കാണുന്നു. പഞ്ചുള്ളി ദൈവത്തിന്റെ ഒരു കല്ലായിരുന്നു അത്. സമാധാനം നഷ്ടപ്പെട്ട രാജാവ് പഞ്ചുള്ളി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോ അയാൾക്ക് അതുവരെ ഇല്ലാത്തൊരു ആശ്വാസം കിട്ടി. രാജാവ് ആ കൽവിഗ്രഹം തന്റെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. എന്നാൽ ആ കൽവിഗ്രഹത്തെ ആരാധിച്ചിരുന്നവർ അവിടേക്ക് വരികയും അവരിൽ ഒരാൾ ദേഹത്ത് പഞ്ചുള്ളി ദൈവം കയറുകയും രാജാവിനോട് സംസാരിക്കുകയും ചെയ്തു. ദൈവം പറഞ്ഞത് ഇതാണ്: ഞാൻ നിന്റെ കൂടെ വന്ന് നിനക്ക് സർവ്വ ഐശ്വര്യവും സമാധാനവും നൽകാം. അതിനു പകരം ഈ കാട് ഇവിടെയുള്ള ജനങ്ങൾക്ക് വിട്ടു നൽകണം. ദൈവവുമായുള്ള ഈ ഉടമ്പടിക്ക് രാജാവ് തയ്യാറാവുന്നു. എന്നാൽ ഇവിടെയും ദൈവത്തിന്റെ ഒരു നിബന്ധനയും മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. ദൈവകുടുംബത്തിൽപ്പെട്ടവർ ഈ വിഗ്രഹത്തെ തുടർന്നും ആരാധിക്കും, ആഘോഷിക്കും. പറഞ്ഞ വാക്ക് ലംഘിച്ചാൽ ദൈവം വീണ്ടും പ്രത്യക്ഷപ്പെടും. ലംഘിച്ചവൻ അതിന് ശിക്ഷ അനുഭവിക്കും. തുടർന്ന് രാജാവ് ആ വിഗ്രഹത്തെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. വർഷം 1970. രാജാവ് ദൈവത്തിന് കൊടുത്ത വാക്ക് രാജാവിന്റെ പിൻഗാമികൾ ലംഘിക്കുന്ന ദിവസം കാണിച്ചുകൊണ്ടാണ് കഥ വീണ്ടും ആരംഭിക്കുന്നത്. 1800-കളിൽ രാജാവ് ഗ്രാമവാസികൾക്ക് വിട്ടു നൽകിയ ഭൂമി രാജാവിന്റെ പിന്മുറക്കാർ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു. രാജാവ് ദൈവത്തിന് കൊടുത്ത വാക്ക് ലംഘിക്കപ്പെടുന്നു. ദൈവം കോപാകുലനായി ക്ഷേത്രത്തിൽ നിന്നും കാട്ടിലേക്ക് ഓടുന്നു. ഒരു പ്രത്യേക സ്ഥലത്തെത്തിയതും അവിടെ ഭൂമിയിൽ ഒരു ഗോളമുണ്ടായി ദൈവരൂപം കെട്ടിയ മനുഷ്യൻ മായയായി പോകുന്നു. ഇവിടെ നിന്നാണ് കാന്താര സിനിമ ആരംഭിക്കുന്നത്. അവിടെ നിന്നും കഥ മൂന്നാമത്തെ തലമുറയിലേക്ക് മാറുന്നു. ശിവ ഇതേ കഥ തന്നെ അടുത്ത ഫേസിലും സംഭവിക്കുന്നു. ദൈവത്തിന്റെ വാക്ക് ലംഘിച്ച് ഗ്രാമവാസികളിൽ നിന്നും അധികാരത്തിന്റെ മറവിൽ സ്ഥലം കൈയടക്കാൻ ശ്രമിക്കുന്നു. ഒടുവിൽ ദൈവം തന്നെ ശിവയിലൂടെ ഗ്രാമവാസികളെ അടിച്ചമർത്താൻ ശ്രമിച്ചവർക്ക് ശിക്ഷ നൽകുന്നു. ശേഷം ദൈവരൂപം കെട്ടിയ ശിവയും അച്ഛനെ പോലെ അതേ സ്ഥലത്ത് അപ്രത്യക്ഷനാകുന്നു. ഇതാണ് കാന്താര സിനിമയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടത്. ഇനി കാന്താര ചാപ്റ്റർ 1 വന്നാൽ ഈ കഥയ്ക്കും, അതായത് ആദ്യ ഭാഗത്തിൽ രാജാവിന് കൽദൈവത്തെ കിട്ടുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥയാണ് ചാപ്റ്റർ 1 കാണിക്കുന്നത്. ഈ രണ്ട് സിനിമകൾ തമ്മിൽ ആരും അധികം അങ്ങനെ എടുത്തു പറയാത്ത വലിയൊരു സാമ്യമുണ്ട്. അത് ഈ പടങ്ങൾ കണ്ടവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതങ്ങനെ ആരും എടുത്തു പറഞ്ഞ് ഞാൻ അങ്ങനെ കണ്ടില്ല. ഇപ്പോ ആദ്യ ഭാഗത്തിന്റെ കഥ അറിയാലോ. ഭൂമി, മനുഷ്യൻ, ദൈവം. ഈശ്വരന്റെ ഭൂമിയെ കൈയടക്കാൻ വരുന്ന ഉപരിവർഗം, അവരിൽ നിന്നും അടിച്ചമർത്തപ്പെട്ടവരെ സംരക്ഷിച്ച് ഭൂമി തിരികെ വാങ്ങി കൊടുക്കുന്ന ദൈവം. ഇതേ സെയിം കഥ തന്നെയാണ് രണ്ടാം ഭാഗത്തിലും. കാലവും സാഹചര്യവും മാത്രമേ മാറിയിട്ടുള്ളൂ. ഒരേ സംഭവം തന്നെയാണ് പല കാലങ്ങളിലായി റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, എല്ലാ കാലങ്ങളിലും ഒരേ ക്യാരക്ടേഴ്സ് റിപ്പീറ്റ് ആവുന്നുണ്ട്. പുനർജന്മം. എല്ലാ കാലങ്ങളിലും ഈ സംഭവം ആവർത്തിക്കുമ്പോൾ അതേ ആൾക്കാർ തന്നെ വീണ്ടും പുനർജനിക്കുന്നു. ഒരാളുടെ തന്നെ ഒരുപാട് ലൈഫ്. ഇതും ഒരു ലൂപ്പ് പോലെയാണ്. ഇതിനെപ്പറ്റി ഹിന്ദു പുരാണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു കർമ്മത്തിനായി നിയോഗിക്കപ്പെട്ടവൻ ആ കർമ്മം ആവർത്തിക്കും തോറും അവനും ആവർത്തനം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതിൽ നമ്മൾ രണ്ട് കാന്താരയിലും കൂടെ രണ്ട് ഋഷഭ് ഷെട്ടിയെ കാണുന്നു. ആ രണ്ടുപേരും കാണാതായത് ആ കിണറിലൂടെയാ. പല കാലങ്ങളിൽ ഒരാൾക്ക് സംഭവിക്കുന്നതാണെങ്കിലും ഇതും ഒരു ലൂപ്പാണ്. പുരാണങ്ങളിൽ ലൂപ്പ് എന്ന് ചോദിച്ചാൽ, പുരാണങ്ങളിലും ഒരുപാട് ലൂപ്പ് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. അതിലൊരു ലൂപ്പ് കഥ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് ഈ കഥയുമായിട്ട് ഇച്ചിരി ബന്ധമുണ്ട്. ലൂപ്പിനെ പറ്റി നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഹിന്ദു പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. രാമായണത്തിൽ അന്ന് ലൂപ്പിൽപ്പെട്ടത് സാക്ഷാൽ ഹനുമാനും. വനവാസവും പിന്നീടുള്ള വള്ളിക്കെട്ട് കഴിഞ്ഞ് ശ്രീരാമ പട്ടാഭിഷേകത്തിന് ശേഷം തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയായ ഭഗവാൻ ശ്രീരാമന് വൈകുണ്ഠത്തിലേക്ക് പോകാൻ സമയമായി. എന്ന് വെച്ചാ ശ്രീരാമന്റെ ആയുസ് അവസാനിച്ച് പുള്ളിക്ക് മരിക്കാൻ സമയമായി. അങ്ങനെ ശ്രീരാമനെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകാൻ യമധർമ്മൻ എത്തി. കാലൻ, അതായത് രാമന്റെ ജീവൻ കൊണ്ടുപോകാൻ കാലൻ എത്തി. പക്ഷെ യമധർമ്മന് അയോധ്യയുടെ പടി ചവിട്ടാൻ പോലും പറ്റത്തില്ല. കാരണം ശ്രീരാമന്റെ ഒപ്പം എപ്പം നോക്കിയാലും നിഴല് പോലെ ഹനുമാൻ ഉണ്ടാവും. ഹനുമാൻ കൂടെ ഉള്ളപ്പോ യമധർമ്മൻ എന്നല്ല ആര് വന്നാലും രാമന്റെ ഒരു രോമത്തി പോലും തൊടാൻ പറ്റത്തില്ല. അപ്പോഴാണ് ജീവൻ കൊണ്ടുപോകാൻ വേണ്ടി കാലം വരുന്നത്. ഹനുമാൻ കൂടെ ഉള്ളപ്പോ യമധർമ്മന് രാമന്റെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളായി. ഹനുമാനെ അവിടെ നിന്ന് കുറച്ചു നേരത്തേക്ക് മാറ്റാൻ വേണ്ടി ശ്രീരാമൻ ഒരു പ്ലാൻ ഇടുന്നു. ശ്രീരാമൻ തന്റെ ഒരു മോതിരം ഊരി താഴേക്ക് ഇടുന്നു. അതിങ്ങനെ ഉരുണ്ടുരുണ്ട് താഴെയുള്ള ഒരു ചെറിയ ദ്വാരത്തിലേക്ക് വീഴുന്നു. ഇത് നമ്മുടെ ഹനുമാൻ കാണുന്നു. അപ്പോ ശ്രീരാമൻ ഹനുമാനോട് പറയുവാണ്, ഈ മോതിരം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്, അതെനിക്ക് കിട്ടിയാൽ മതിയാവുമെന്ന്. ശ്രീരാമൻ എന്തേലും പറയാൻ കാത്തിരിക്കുവാണ് ഹനുമാൻ എന്തേലും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കേട്ട ഉടനെ ഹനുമാൻ പെട്ടെന്ന് അങ്ങ് ചെറുതായി. അതായത് ആ മോതിരം പോയ ദ്വാരത്തെക്കാൾ ചെറുതായി. ആ മോതിരം എടുക്കാൻ വേണ്ടി ആ ദ്വാരത്തിലേക്ക് എടുത്ത് അങ്ങ് ചാടി. ശ്രീരാമൻ എന്തേലും പറയാൻ കാത്തിരിക്കുക ഹനുമാൻ അത് ചെയ്യാൻ. ഇത് ഹനുമാനെ അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു പരിപാടിയാണെന്ന് നമ്മുടെ പാവം ഹനുമാനും അറിയത്തില്ല. അത് മാത്രമല്ല, ശ്രീരാമൻ ഇന്ന് ഇഹലോകവാസം വെടിയുമെന്നും വൈകുണ്ഠത്തിലേക്ക് പോകുമെന്നും കൊണ്ടുപോകാൻ കാലം വരുമെന്നും നമ്മുടെ ഹനുമാൻ അറിയത്തില്ല. ഹനുമാനെ ആ സമയം അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി
ഈ രാമന് യമധർമ്മനും കാണിച്ചൊരു ക്ലാസിക്കൽ കള്ളത്തരമായിരുന്നു ഈ മോതിരം കുഴിയും. ഇനി ആ മോതിരം പോയ ദ്വാരത്തിലേക്കാണ് ബാക്കിയുള്ള പരിപാടി. അങ്ങനെ ആ മോതിരം എടുക്കാൻ വേണ്ടി നമ്മുടെ ഹനുമാൻ ചെറുതായിട്ട് ആ കുഴിയിലേക്ക് എടുത്ത് ചാടിയല്ലോ. ആ കുഴി എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയലിലെ കാണിക്കും പോലെ മറ്റൊരു ലോകമായിരുന്നു, ഒരു പാരലൽ പാതാളം. നാഗലോകമൊന്നും പാടലോകമൊന്നും ഇതറിയപ്പെടുന്നു. അവിടെ ഒരുപാട് സർപ്പങ്ങൾ ഉണ്ടായിരുന്നു, അതായത് വിഷസർപ്പങ്ങൾ. അങ്ങനെ മോളിൽ നിന്ന് വീണ ഹനുമാൻ അവിടെയുള്ള ഒരു പാമ്പിനെയും മൈൻഡ് ചെയ്യാതെ മറ്റേ സാധനം തപ്പിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതെല്ലാം കാണുന്ന പാമ്പോട് ഇവ ഏത് ഇവനെന്നൊക്കെ പറഞ്ഞ ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുക. കാര്യം അവരെ പുല്ല് വല്ലവലും കൊടുക്കുന്നില്ല. അത്രയും വലിയ പാമ്പുകൾ അവിടെ കിടക്കുമ്പോ ഹനുമാൻ അതിന് പുല്ല് വല്ലവലും കൊടുക്കാതെ വന്ന പരിപാടി നോക്കുക. അപ്പോ ഈ പാമ്പുകളെല്ലാം കൂടെ പോയി അതിന്റെ രാജാവിനെ വിളിച്ചോണ്ട് വന്നു. ആ സർപ്പരാജാവാണ് വാസുകി. അപ്പോ ഹനുമാനെ കണ്ട വാസുകി ചോദിക്കുക, നീ എന്തിനാണ് ഹനുമാൻ ഇവിടേക്ക് വന്നത്? അപ്പോ നമ്മുടെ ഹനുമാൻ, ശ്രീരാമന്റെ മോതിരം ഒരു ദ്വാരത്തിലേക്ക് വീണു, ഞാൻ ഇവിടെ വന്നത് അതെടുക്കാനാണ്. അപ്പോ വാസുകി പറയുവാണ്, മോതിരമുള്ള സ്ഥലം എനിക്കറിയാം, വാ എന്നും പറഞ്ഞ് വാസുകി ഹനുമാനെ മോതിരമുള്ള സ്ഥലത്തേക്ക് വിളിച്ചോണ്ട് പോവാ. എന്നിട്ട് വാസുകി ഹനുമാനെ ഈ നാഗലോകത്തിന്റെ മധ്യഭാഗത്ത് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഒരു സ്വർണ്ണ പർവ്വതത്തിലേക്ക് ചൂണ്ടി കാണിച്ചിട്ട് പറഞ്ഞു, നിനക്ക് വേണ്ട മോതിരം അവിടെ ഉണ്ട്, നീ അത് ഉറപ്പായിട്ടും അവിടുന്ന് കണ്ടെത്തുന്നു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഹനുമാൻ പെട്ടെന്ന് ആ സ്വർണ്ണ പർവ്വതത്തിന്റെ അടുത്തേക്ക് അങ്ങ് എത്തി. അവിടെ എത്തി ഹനുമാൻ ആ സ്വർണ്ണ പർവ്വതം കണ്ടങ്ങ് കിളിപോയി. കാര്യം അതൊരു സ്വർണ്ണ പർവ്വതം ആയിരുന്നില്ല, കോടിക്കണക്കിന് സ്വർണ്ണ മോതിരം കൊണ്ടുണ്ടാക്കിയ ഒരു മോതിര മലയായിരുന്നു. ഇത് കണ്ട് ഹനുമാനെ കിളിപോയി. കാരണം ഇതിന്ന് ഏത് മോതിരം എന്നും പറഞ്ഞ രാമന്റെ മോതിരം കണ്ടുപിടിക്കുന്നത്? ഇതിന്റെ പാതി തപ്പി വരുമ്പോഴേക്കും 1 നൂറ്റാണ്ട് കഴിയും. അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ ഹനുമാൻ ഒരു മോതിരം കൊടുത്ത് ഹനുമാന് ബമ്പർ അടിച്ച്. കാര്യം പുള്ളി തപ്പി വന്ന രാമന്റെ മോതിരം തന്നെ പുള്ളിക്ക് ആദ്യം തന്നെ കിട്ടി. അങ്ങനെ ഹാപ്പിയായ ഹനുമാൻ വെറുതെ ചുമ്മാ ഒരു മോതിരം കൂടി അങ്ങ് എടുത്ത് നോക്കി. ഹനുമാൻ പിന്നെയും ഞെട്ടി, അതും രാമന്റെ മോതിരം. പിന്നെ ആ മലയ്ക്കകത്ത് നിന്ന് ഹനുമാൻ എടുത്ത എല്ലാ മോതിരവും രാമന്റെ കാണാതെ പോയ മോതിരമായിരുന്നു. ആ മലയിലുള്ളതെല്ലാം ഒരു മോതിരം തന്നെ, അൾട്രാ കിളിവർക്കൽ. അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞു നിന്ന ഹനുമാൻ വാസുകിയോട് ചോദിച്ചു, ഇതെന്ത് ഇങ്ങനെ? അപ്പോ വാസുകി ഹനുമാനോട് പറയുക, ഹനുമാൻ, ഈ മോതിരം നിനക്ക് ഇവിടുന്ന് കൊണ്ടുപോകാനാവില്ല. കാരണം ഇതിടാനുള്ള ആളിപ്പോ ജീവിച്ചിരിപ്പില്ല, ശ്രീരാമൻ മരണപ്പെട്ട് കഴിഞ്ഞു. ഇത് കേട്ടതും ഹനുമാൻ ഞെട്ടി വെപ്രാളത്തിൽ അവിടെ കിടന്ന് മൊത്തത്തിൽ അലമ്പാക്കി. അങ്ങനെ എന്തു പറഞ്ഞിട്ടും അടങ്ങാത്ത ഈ ഹനുമാനെ സമാധാനപ്പെടുത്തി വാസുകി കാര്യം പറഞ്ഞു കൊടുക്കുന്നു. ഇനി രാമനല്ല ആരാണെന്ന് പറഞ്ഞാലും ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. അത് ഹനുമാനല്ല ആര് വിചാരിച്ചാലും തടയാൻ പറ്റത്തില്ല. ശ്രീരാമൻ മരിക്കുമ്പോ നീ കൂടെ ഉണ്ടാവാൻ പാടില്ല. കാരണം നീ കൂടെ ഉണ്ടെങ്കിൽ മരണം രാമനെ അടുക്കില്ല. അതുകൊണ്ട് രാമൻ തന്നെയാണ് മനഃപൂർവ്വം നിന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്. ഇപ്പോ രാമൻ മരിച്ചു കഴിഞ്ഞു. ഇതെല്ലാം കേട്ട് ഹനുമാൻ ഇങ്ങനെ ഞെട്ടി കിളി പറഞ്ഞിരിക്കുക. അപ്പോ ഇതെല്ലാം കേട്ട് വിഷമിച്ചിരിക്കുന്ന ഹനുമാൻ വാസുകിയോട് ചോദിക്കുക, അപ്പോ ഈ മോതിരമല അതെന്ത്? അപ്പോ വാസുകി മറുപടി പറയുക, കാലചക്രം. അത് മറ്റൊരു രീതിയിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ടൈം ലൂപ്പ്. നാഗലോകത്തിലെ സർപ്പങ്ങൾക്ക് ജനന മരണ രഹസ്യങ്ങൾ അറിയാം. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ജീവിതത്തിന്റെയും മരണത്തിന്റെയും ചക്രങ്ങളിലൂടെ കടന്നു പോകുന്നു. ലോകത്തിലെ ഓരോ ജീവിത ചക്രത്തെയും കൽപ്പം എന്ന് വിളിക്കുന്നു. ഓരോ കൽപ്പവും 4 യുഗങ്ങൾ ചേർന്നതാണ്. 2ാം യുഗത്തിൽ, അതായത് ത്രേതായുഗത്തിൽ രാമൻ ജനിക്കുന്നു. ഒരു ദിവസം രാമന്റെ മോതിരം ഭൂമിയിൽ നിന്ന് തുരങ്കത്തിലൂടെ സർപ്പങ്ങളുടെ ഭൂഗർഭ ലോകത്തേക്ക് വീഴുന്നു. അതെടുക്കാൻ ഹനുമാൻ വരികയും അതിനെ ഹനുമാൻ പിന്തുടരുകയും രാമൻ മരിക്കുകയും ചെയ്യുന്നു. ഇതിങ്ങനെ ലൂപ്പായിട്ട് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ലൂപ്പ് എന്ന് പറയുന്നത് രാമന്റെ മോതിരമാണ്, അഥവാ രാമായണമാണ്. അങ്ങനെ ഒരു മോതിരം എന്ന് വെച്ചാൽ ഒരു രാമായണമാണ്. ആ മലയിലാണെങ്കിൽ കോടിക്കണക്കിന് മോതിരമുണ്ട്. അപ്പോ കോടിക്കണക്കിന് രാമായണം ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞു, ഇനിയും സംഭവിക്കാണ്ടിരിക്കുന്നു. ഇനി മോതിരങ്ങൾ താഴെ വീഴാം, അതെടുക്കാൻ ഒരു ഹനുമാൻ വരാം. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യന്റെ ജീവിതമാകുന്ന കാലചക്രത്തെയാണ്. അതായത് ഒരു മനുഷ്യൻ, അയാൾ പാവപ്പെട്ടവനോ പണക്കാരനോ രാജാവോ ആരോ ആയിക്കോട്ടെ, ജനിച്ചാൽ ഒരിക്കൽ മരണം സംഭവിക്കുക തന്നെ ചെയ്യും. അതിനെ ഒരിക്കലും ആരെ കൊണ്ട് തടയാനാവില്ല. ദൈവങ്ങളിൽ ഏറ്റവും ശക്തനായ ഹനുമാൻ കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും ശ്രീരാമന് മരണം സംഭവിച്ചു. ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. ഇതാണ് രാമൻ ഹനുമാന് ഇതിലൂടെ കൊടുത്ത ഉപദേശം. അങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കിയ ഹനുമാൻ ആ മോതിരം ആ പർവ്വതത്തിൽ ഉപേക്ഷിച്ചിട്ട് അയോധ്യയിലേക്ക് മടങ്ങിപ്പോയി. ഈ മടങ്ങിപ്പോക്ക് ആ മോതിരം തപ്പി തിരിച്ചു വരാനുള്ള പോക്ക. അങ്ങനെ ഹനുമാൻ ഓരോ പ്രാവശ്യവും മോതിരം തപ്പി താഴെ വരും. ഈ കഥയെല്ലാം അറിഞ്ഞിട്ട് ആ മോതിരം അവിടെ കളഞ്ഞിട്ട് അങ്ങ് തിരിച്ചു പോകും.
അപ്പൊ ഈ കളയുന്ന മോതിരം അവിടെ കിടന്ന് 1 2 3 അങ്ങനെ കോടിക്കണക്കിന് മല കണക്കായി വരുന്നു. അങ്ങനെ ഹനുമാൻ വീണ്ടും വരും, ഇനിയും വരും. ഇങ്ങനെ ഓരോ ലൂപ്പും സംഭവിച്ചുകൊണ്ടിരിക്കും. കാന്താരയിലും രാമായണത്തിലും ഈ രണ്ട് കഥയിലും ഒരുപോലെ വരുന്നത് ഒരു ഭൂഗർഭ ലോകമാണ്. അതായത് ഭൂമിക്കുള്ളിലെ മറ്റൊരു ലോകം, ഒരു കുഴി. കാന്താര സിനിമയിലും ഇതേപോലെ ഒരു ഭൂഗർഭ ലോകം കാണിക്കുന്നുണ്ട്. അതിനുള്ളിൽ കാവലിരിക്കുന്നത് ഭഗവാൻ ശിവന്റെ ഭൂതഗണമായ ബ്രഹ്മരക്ഷസാണ്. ഇനി ഹനുമാന്റെ കഥയിലാണെങ്കിൽ ആ പാതാള ലോകത്തിന് കാവലിരിക്കുന്നത് ഭഗവാൻ ശിവന്റെ കഴുത്തിലെ വാസുകി സർപ്പമാണ്. കാന്താരയുടെ അവസാനം ബ്രഹ്മരക്ഷസിനൊപ്പം വാസുകി സർപ്പത്തെയും കാണിക്കുന്നുണ്ട്. ബാങ്ക്രയിൽ ബന്ധിച്ചിരിക്കുന്ന പഞ്ചുരുളി ദൈവത്തെയും ഗുളികനെയും മോചിപ്പിക്കാനായി ബർമ ആ കുഴിയിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. ആ കുഴി പാതാള ലോകം ആവാനാണ് സാധ്യത. ഭൂമിയിലെ ദൈവത്തിന്റെ രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്ന ഒരു ലോകമായി പാതാള ലോകത്തെ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അവിടേക്ക് കയറിയ ബർമയെ ഒരു വലിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുള്ളി, അതായത് ബ്രഹ്മരക്ഷസ്, തടയാൻ ശ്രമിക്കുന്നതായി കാണാം. എന്നിട്ട് ശിവന്റെ ശൂലം എടുത്ത് ബർമ തറയിൽ കുത്തുമ്പോഴാണ് അവനും ദൈവാംശമാണെന്ന് ബ്രഹ്മരക്ഷസിന് മനസ്സിലാവുന്നത്. ഇവിടെ ഒരു ഡീറ്റെയിലിംഗ് എന്താന്ന് വെച്ചാൽ, ശിവഗണങ്ങൾക്ക് മാത്രമേ ശൂലം ഉപയോഗിക്കാൻ പറ്റൂ. ഇവിടെ ബർമ ശൂലം എടുത്ത് തറയിൽ അടിക്കുമ്പോഴാണ് ബന്ധനങ്ങൾ തകരുന്നത്. ഇവിടെ ശിവഗണമായിട്ടല്ല ശിവനായിട്ടാണ് ബർമയെ കാണിച്ചിരിക്കുന്നത്. കാരണം സർപ്പം ബർമയുടെ ശരീരത്തിൽ കയറി ശിവചൈതന്യം കാണിക്കുന്നുണ്ട്. സോ അത് പാതാള ലോകമാകാനും സാധ്യതയുണ്ട്. ഹനുമാന്റെ കഥയിൽ കാണിക്കുന്ന അതേ പാതാള ലോകം തന്നെയാവാം കാന്താരയിലെ ആ കിണറും. കാരണം പാതാളം ഭരിക്കുന്ന വാസുകി സർപ്പത്തെയും പാതാളം കാക്കുന്ന ബ്രഹ്മരക്ഷസിനെയും അവിടെ കാണിക്കുന്നുണ്ട്. സർപ്പം ബർമയുടെ ശരീരത്തിലേക്ക് കയറുമ്പോഴാണ് ബ്രഹ്മരക്ഷസ് കൈകൂപ്പുന്നത്. അങ്ങനെയെങ്കിൽ കാന്താരയിലെ കിണറും പാതാളവും ഒന്നാവാൻ സാധ്യതയുണ്ട്. രാമായണത്തിലെ പോലെ കാന്താരയിൽ ആ കിണറിലൂടെയും ലൂപ്പ് സംഭവിക്കുന്നുണ്ട്. രാമായണത്തിൽ ഹനുമാനാണ് ലൂപ്പിൽ പെട്ടതെങ്കിൽ കാന്താരയിൽ ഋഷഭ് ഷെട്ടിയാണ് ലൂപ്പിൽ പെടുന്നത്. ഓരോ കാലങ്ങളിൽ ഓരോ സംഭവങ്ങൾ നടക്കും തോറും അവതാര ലക്ഷ്യം കഴിഞ്ഞ ഋഷഭ് ഷെട്ടിയുടെ അവതാരം ആ കിണറിലൂടെ മായയായി പോകുന്നു. ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവതാര ലക്ഷ്യം പൂർത്തിയായ അയാൾ കാലചക്രത്തിലേക്ക് മടങ്ങിപ്പോയി എന്നാണ്. അവിടെ നിന്ന് കാലചക്രത്തിൽ മായയായി മാറിയ ആ അവതാരം കാലചക്രത്തിലൂടെ മറ്റൊരു കാലത്തിൽ വീണ്ടും പിറവിയെടുക്കുന്നു. ഇവിടെ ഈ രണ്ട് കാന്താരയിലും ഇതേ സംഭവങ്ങൾ തന്നെയാണ് അടിവരയിട്ട് കാണിക്കുന്നത്. ഇതൊരു ലൂപ്പ് പോലെ പല കാലങ്ങളിൽ സംഭവിക്കുന്നു. ഇവിടെ ആ ലൂപ്പിന്റെ കേന്ദ്രം ആ പാതാളമാണ്, ഇന്റർസ്റ്റെല്ലാറിലെ 5th ഡയമെൻഷൻ പോലെ. ഹനുമാന്റെ കഥയിലെ അതേ ലൂപ്പിന്റെ മറ്റൊരു വേർഷനാണ് കാന്താരയിൽ. അതേ ഭൂഗർഭ ലോകം, പാതാളം കാക്കുന്ന ബ്രഹ്മരക്ഷസും വാസുകിയും. പിന്നെ ഇത് തള്ളൊന്നും അല്ല കേട്ടോ. ഹനുമാൻ മോതിരം തപ്പിപ്പോയ കഥയിൽ നിന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. ഈ വാസുകിയും ബ്രഹ്മരക്ഷസും ശിവഗണങ്ങളും പാതാള ലോകവും എല്ലാം ആ കഥയിലുണ്ട്. ആ കഥ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ട് കാന്താര 2 ഒന്നുകൂടെ കണ്ടാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചൊക്കെ നിങ്ങൾക്കും കത്തും. ഇനി ബർമ ശിവന്റെ ഏത് അവതാരമാണെന്ന് ഒരു ചോദ്യം ബാക്കിയുണ്ട്. ബർമ ഏത് ഗണമാണ്? എല്ലാ ഗണങ്ങളും ബർമയിൽ വന്നു പോകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സർവ്വഗണങ്ങൾക്കും അധിപനായ ഗണപതിയുടെ അവതാരമാവാം ബർമ. കാന്താരയുടെ തുടക്കത്തിൽ തന്നെ ബർമ എങ്ങനെ കിട്ടിയെന്ന് കാണിക്കുന്നുണ്ട്. ബർമ എന്ന പേര് എങ്ങനെ വന്നെന്നും. മൂലസ്ഥാനത്ത് നിന്നും കിട്ടിയ കുട്ടിയായതുകൊണ്ടാണ് ആ കുഞ്ഞിനെ അവർ ബർമ എന്ന് വിളിച്ചത്. മൂലസ്ഥാനം എന്താണ്? ഈ മൂലസ്ഥാനം കാന്താര ഈശ്വര സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ്. സാധാരണ ഈശ്വര സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ, അതായത് അമ്പലങ്ങളിൽ, മൂലസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആരെയാണ്? ഗണപതി. കന്നിമൂല ഗണപതി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ ബർമ ഗണപതിയുടെ ഒരു അവതാരമാകാനാണ് സാധ്യത. സർവ്വഗണങ്ങൾക്കും അധിപനായ ഗണങ്ങളുടെ പതിയായ ഗണപതി. അതുകൊണ്ടാവാം ബ്രഹ്മരക്ഷസ് പോലും ബർമയെ ശിവനായി കണ്ട് കൈ കൂപ്പുന്നത്. കാരണം ഗണപതി ശിവന്റെ മകനാണ്. അസുര നിഗ്രഹണത്തിന് വേണ്ടിയാണ് ശിവൻ ഗണങ്ങളെ സൃഷ്ടിച്ചത്. ആ ഗണങ്ങൾക്ക് അധിപനായാണ് മകൻ ഗണപതിയെ ചുമതലപ്പെടുത്തിയത്. ഭൂതഗണങ്ങളെ കൊണ്ട് അസുര നിഗ്രഹണം സാധ്യമാവാതെ വരുമ്പോ ഗണപതി വരും. ഇവിടെ ഗണപതിയെ കാണിച്ചിരിക്കുന്നത് ബർമയും ബന്ധനം വിച്ഛേദിച്ച് ഈശ്വരഗണങ്ങളെ തുറന്നുവിടാൻ ബർമയ്ക്കുള്ളിൽ കയറുന്നത് ശിവനുമാണ്. ഇത് ശിവഗണപതി എന്ന് പറയുന്ന ഒരു അവതാര സങ്കല്പമാണ്. അതായത് ഗണപതി ശിവന്റെ ശക്തിയിൽ പ്രത്യക്ഷപ്പെടുന്ന രൂപം. ഇവിടെ കാന്താരിൽ ബന്ധനം വിച്ഛേദിച്ച് ഈശ്വരഗണങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഈ രൂപം വരുന്നത്. ഇനി അടുത്ത ഭാഗങ്ങളിൽ ഇതുക്കും മേലെ കാണാം. ഇനി നടക്കുന്നതും മുമ്പ് നടന്നതും ദൃശ്യമാകുമെന്നും പറഞ്ഞുകൊണ്ടാണ് കാന്താര ചാപ്റ്റർ 1 അവസാനിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡീകോഡിങ്ങിന്റെ ആദ്യ ഭാഗം. കാന്താര ചാപ്റ്റർ 3 ആ കിണർ മൂടപ്പെട്ട കഥയാണ്. കാലാന്തരങ്ങളിൽ പാതാളവും മായയായി മാറിയ ഒരു കഥയുണ്ട് പുരാണത്തിൽ.